ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ശരിക്കും ഭരിച്ചു തുടങ്ങി. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നകന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതു മുതൽ നായിഡുവിൻ്റെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമായിരുന്നു. രാഷ്ട്രീയ എതിരാളിയും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ പതനം കാണുക. അതിനുവേണ്ടി എത്രയോ കാലമായി നായിഡു കാത്തിരിക്കുന്നു. YSR കോൺഗ്രസിൻ്റെ ഗുണ്ടൂരിലെ ആസ്ഥാന മന്ദിരം ഇളിച്ചു പൊളിച്ചുകൊണ്ടാണ് നായിഡു പണി തുടങ്ങിയത്. ഇപ്പോഴിതാ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. TDP MLA രഘുരാമകൃഷ്ണ രാജുവിൻ്റെ പരാതിയിലാണ് ഗുണ്ടൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ജഗന് പുറമെ ആന്ധ്ര പോലീസിൻ്റെ CID വിഭാഗം മുൻ മേധാവി PV സുനിൽകുമാർ, ഇൻ്റലിജൻസ് വിഭാഗം മേധാവി PRS ആഞ്ജനേയലു എന്നിവരുൾപ്പെടെ 4 പേർ കൂടി കേസിലെ പ്രതികളാണ്. വധശ്രമം, കസ്റ്റഡി മർദ്ദനം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ആരോപണങ്ങളാണ് MLA രഘുരാമകൃഷ്ണ രാജുവിൻ്റെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തിയതിനു പിന്നാലെ നിരവധി അഴിമതി ആരോപണങ്ങളും ജഗനെതിരെ ഉയർന്നു. ഋഷിക്കൊണ്ടയിലെ ആഡംബര വസതിയുടെ നിർമ്മാണം, ഔദ്യോഗിക വസതികളിൽ കോടികൾ ചെലവഴിച്ചു തുടങ്ങി ഒട്ടേറെ അഴിമതി ആരോപണങ്ങളാണ് ജഗനെതിരെ TDP ഉന്നയിച്ചിരിക്കുന്നത്. തീർത്താൽ തീരാത്ത പക ചന്ദ്രബാബു നായിഡുവിന് ജഗൻമോഹൻ റെഡ്ഡിയോടുണ്ട്. 371 കോടി രൂപയുടെ അഴിമതി കേസിൽ ചന്ദ്രബാബു നായിഡുവിനെ ജഗൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിരിക്കെ നിർമ്മിച്ച പ്രജാവേദിക ഇടിച്ചു നിരത്തി. ഇതിനെല്ലാം നായിഡു പ്രതികാരം ചെയ്യുമെന്നുറപ്പായിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ നൈപുണ്യ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന മികവിൻ്റെ കേന്ദ്രങ്ങൾക്കായി 2015-18 കാലയളവിൽ 3300 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ സാങ്കേതിക പരിശീലനം ലഭ്യമാക്കാൻ 371 കോടി രൂപ വകയിരുത്തി. എന്നാൽ പണം കൈപ്പറ്റിയവർ പരിശീലനം നൽകിയില്ലെന്ന് ആരോപണമുയർന്നു. 2019 ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലെത്തിയതിനെ തുടർന്നായിരുന്നു അന്വേഷണം. തുക വ്യാജ കമ്പനികൾക്കാണ് കൈമാറിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരകനും ഗുണഭോക്താവും നായിഡു ആണെന്നായിരുന്നു അന്നത്തെ CID മേധാവിയുടെ കണ്ടെത്തൽ. GST വകുപ്പിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും നടത്തിയ അന്വേഷണത്തിൽ മുൻ മന്ത്രി ശ്രീനിവാസ റാവു ഉൾപ്പെടെ 10 TDPക്കാർ അറസ്റ്റിലായി. ചന്ദ്രബാബു നായിഡുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണാതീരത്ത് നായിഡു പണിത പ്രജാവേദിക കോൺഫറൻസ് ഹാൾ ഒറ്റ ദിവസം കൊണ്ടാണ് ജഗൻ പൊളിച്ചു നീക്കിയത്. അമരാവതിക്ക് സമീപം ഉണ്ടാവലിയിൽ നായിഡുവിൻ്റെ താൽക്കാലിക വസതിക്കടുത്ത് ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി 9 കോടി രൂപ ചെലവിൽ പണിതതാണ് പ്രജാവേദിക. ജനങ്ങൾക്കായി പണിത മന്ദിരം തകർത്തതിന് ജഗൻ മറുപടി പറയേണ്ടി വരുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലും അഭിമുഖങ്ങളിലും നായിഡു ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. 2021 നവംബർ 19 പ്രതിപക്ഷ നേതാവായിരുന്ന ചന്ദ്രബാബു നായിഡു നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു. അന്ന് ഭരണത്തിലിരുന്ന യുവജന ശ്രമിക റൈതു കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾ തൻ്റെ ഭാര്യയെക്കുറിച്ച് നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിലായിരുന്നു നാടകീയമായി ഇറങ്ങിപ്പോക്ക്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ കൈകൂപ്പി നിയമസഭയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു, ഇനി ഞാൻ ഈ അസംബ്ലിയിൽ പങ്കെടുക്കില്ല, മുഖ്യമന്ത്രിയായതിനു ശേഷമേ സഭയിലേക്ക് മടങ്ങൂ. ആ ശബ്ദം നിറവേറ്റിക്കൊണ്ടാണ് നായിഡു അമരാവതിയിലെ നിയമസഭാ മന്ദിരത്തിലേക്ക് കടന്നു വന്നത്. ആന്ധ്രയിൽ മാത്രമല്ല കേന്ദ്രത്തിലും കരുത്തനാണ് നായിഡു ഇപ്പോൾ. ജഗൻ കൂടുതൽ പേടിക്കണമെന്നർത്ഥം.